Hi, hello. Welcome to my channel. So actually ഇന്നത്തെ ഒരു ടെക് വീഡിയോ ആണ്. ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ തോട്ട് എനിക്ക് വരാൻ കാരണം റീസെൻ്റ്ലി ഞാനൊരു ഫോൺ വാങ്ങിയായിരുന്നു. ദാറ്റ്സ് എ വിവോ V50. സോ അതിൻ്റെ ഒരു റിവ്യൂ ബ്ലോഗാണ് ഇന്ന്. സോ ദിസ് ഈസ് ദ ഫോൺ, the stunning Vivo V50. And in this video, I'm going to review about its design, performance, camera, and battery. And see, guys, if it's worth your money. So actually, phone വാങ്ങിയിട്ട് 2-3 days ആകുന്നതുകൊണ്ട് തന്നെ സീൽ can see that ഡ്രോപ്പ് ആണ്. ആൻഡ് ഈ ബോക്സിനകത്ത് എന്തൊക്കെ വരുന്നു നമുക്ക് ജസ്റ്റ് നോക്കാം. യെസ്, സോ ആക്ച്വലി ബോക്സിനകത്ത് വരുന്നത് അവർ സ്റ്റണ്ണിങ് Vivo V50 in titanium grey color, and also 2 other shades are available. ഒന്ന് rose red and the second one is starry night. ആക്ച്വലി ഈ റോസ് റെഡും സ്റ്റെറി നൈറ്റും കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ലുക്ക് കിട്ടും. പക്ഷേ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ദിസ് ടൈറ്റാനിയം ഗ്രേ. ആൻഡ് ഇതിന്റെ പാനൽ കുറച്ചും കൂടെ ഒരു മാറ്റ് ഫിനിഷ് നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റേ റോസ് റെഡ് ആൻഡ് സ്റ്റെറി നൈറ്റ് അത്രയ്ക്ക് മാറ്റ് ഫിനിഷ് അല്ല, കുറച്ചൊരു ഗ്ലോസി ടൈപ്പ് ആണ്. നെക്സ്റ്റ് ഇതിനകത്ത് വരുന്നത് വാറന്റി കാർഡ്, ദ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ആൻഡ് 1 SIM കാർഡ് ഇജക്ഷൻ ടൂൾ. യെസ്, പിന്നെ ഇതിൽ വരുന്നത് ഒരു ഫോൺ കേസും കൂടെ വരുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇതൊട്ടും പ്രിഫർ ചെയ്യുന്നതല്ല. വിവോയുടെ വിവോ നെയിം പ്രിന്റഡ് ആണ്, ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ സിലിക്കൺ കേസസ് ഞാൻ ആക്ച്വലി പ്രിഫർ ചെയ്യാറില്ല. കാരണം അത്രയ്ക്ക് അങ്ങോട്ടൊരു പ്രൊഡക്ഷൻ നമ്മുടെ ഫോണിൽ കിട്ടാറില്ല. സോ അതുകൊണ്ട് തന്നെ ഞാനിത് പ്രിഫർ ചെയ്യത്തില്ല. ഇഷ്ടമുള്ളവർക്ക് യു കൻ യൂസ്. ആൻഡ് ഗൈസ്, ഈ സദ്യക്ക് പായസം വിളമ്പാൻ മറന്നുപോയി എന്ന് പറയുന്നത് പോലെ അൺബോക്സിംഗ് ടൈമിൽ ആക്ച്വലി ഞാൻ വിട്ടുപോയൊരു കാര്യമായിരുന്നു ചാർജർ. മനഃപൂർവ്വമല്ല, ഞാൻ പറഞ്ഞല്ലോ 2-3 days ആയി. സോ ചാർജ് ചെയ്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എടുക്കാൻ മറന്നുപോയി. എനിവേ, സോ ഒരു 90 വാട്ടിന്റെ ഒരു ചാർജർ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. എടുത്ത് പറയണം എന്നുള്ളത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഉള്ള മിക്ക സ്മാർട്ട് ഫോൺസിലും ചാർജർ ലൈക്ക് ബോക്സിലൂടെ കാണാറില്ല. മെയിൻലി ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ഉണ്ട്, ഇപ്പോൾ ഒട്ടും കൊടുക്കുന്നില്ല. ആൻഡ് അവരുടെ പ്രീമിയം ഫോൺസ് വാങ്ങിയാൽ പോലും ഈവൻ ഈ പറയുന്ന അഡാപ്റ്റേഴ്സ് അവർ കൊടുക്കാറില്ല. സോ യെസ്, ദ ബ്രാൻഡ് ഓക്കെ, ഞാനായിട്ട് പറയുന്നില്ല. ആൻഡ് ആക്ച്വലി ഞാൻ അതൊരു ഫാൻ ആയിരുന്നു, ബട്ട് സ്റ്റിൽ ഇപ്പോൾ എന്തോ യെസ് നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. സോ എനിവേ, ആൻഡ് പിന്നെ വരുന്നൊരു കാര്യം, ഇതിപ്പോൾ വിവോ V50 ആൻഡ് ഇതിന് മുന്നത്തെ ഒരു മോഡൽസ് എന്ന് പറയുന്നത് വിവോ V40 Pro ഉണ്ടായിരുന്നു. ദെൻ വിവോ V50. ആക്ച്വലി ഇതൊരു 2025 ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ ലോഞ്ച് ആയ ഒരു ഫോണായിരുന്നു. ആക്ച്വലി V50ക്ക് ശേഷം ഒരു പ്രോ ഇറക്കാതെ നെക്സ്റ്റ് V50e ഓർ ദ ഇലൈറ്റ് ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ആക്ച്വലി കമ്പയർ ചെയ്യുവാണെങ്കിൽ ബെസ്റ്റ് എന്ന് പറയാൻ V50. യെസ്. സോ ഓക്കെ ഗൈസ്, നമ്മൾ ഇതിന്റെ ഡിസൈനിലേക്ക് വരുവാണെങ്കിൽ ആക്ച്വലി ഫോൺ കാണാൻ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വളരെ സ്ലീക്ക് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഒട്ടും തന്നെ വെയിറ്റ് തോന്നുന്നില്ല, വളരെ ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്. ആൻഡ് ഇതിന് മുന്നത്തെ വിവോയുടെ മോഡൽസിലൊക്കെ വരുന്നത് 5500 mAh ബാറ്ററീസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വിവോ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ആക്ച്വലി ഇതിന് വരുന്ന ബാറ്ററി എന്ന് പറയുന്നത് 6000 mAh ആണ്. സോ ആക്ച്വലി 6000 mAhന്റെ ബാറ്ററി വന്നിട്ടും ഇത്രയും ഒരു സ്ലീക്ക് ഡിസൈനിൽ അവർക്ക് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ക്യാമറ ടെക്നോളജി ആയിട്ടുള്ള സിലിക്കൺ കാർബൺ ബാറ്ററീസ് ആണ് ആക്ച്വലി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് ഫോൺ ഇത്രയും സ്ലിം ആയിട്ടിരിക്കാനുള്ള കാരണവും. യെസ്, സോ നെക്സ്റ്റ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വിവോ V50യുടെ ക്യാമറ തന്നെയാണ്. ആക്ച്വലി ഞാൻ മുൻപേ ഒന്നും ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു ക്യാമറ ക്വാളിറ്റി നോക്കി ഫോൺ എടുക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. ആക്ച്വലി ഞാൻ പെർഫോമൻസ് തന്നെയാണ് ഫോണിന്റെ മെയിൻലി ഞാൻ നോക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ക്യാമറ ക്വാളിറ്റിയും കൂടെ നോക്കി എടുത്ത ഒരു ഫോണാണ് വിവോ V50. ആക്ച്വലി ഇതിന്റെ ക്യാമറ സൈഡ് പറയുവാണെങ്കിൽ ആദ്യം നമുക്ക് ഇവിടെ തുടങ്ങാം. ആക്ച്വലി ഈ ഒരു ഓറ ലൈറ്റ്. യെസ്, സോ ഈ ഒരു ഓറ ലൈറ്റ് നോക്കുവാണെങ്കിൽ ആക്ച്വലി മുന്നത്തിനേക്കാളും ഇപ്പോൾ കുറച്ചുകൂടെ സൈസ് കൂട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ മുന്നത്തെ വിവോ 40 ഞാനൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ആക്ച്വലി എനിക്ക് തോന്നിയത് ഈ ഒരു ഓറ ലൈറ്റിന്റെ സൈസ് അവർ കൂട്ടിയിട്ടുണ്ട്. ആൻഡ് ആക്ച്വലി ഇതിന്റെ ലൈറ്റ് വരുന്നത് സോ ഇതാണ് ഓറ ലൈറ്റ്. ആൻഡ് നെക്സ്റ്റ് ഇതിൽ പറയാനുള്ളത് ഇതിന്റെ ബാക്ക് ക്യാം വരുന്നത് സൈഡ് സ്കോട്ടിംഗ് ലെൻസ് ആണ്, ആൻഡ് വിച്ച് ഇസ് ഗുഡ്. ആൻഡ് പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ദ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി. ആക്ച്വലി ഈ ഒരു ക്യാമറ സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. ആക്ച്വലി അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി, നൈറ്റ് ഫോട്ടോഗ്രാഫി ഇപ്പോൾ ഒരുപാട് ഫോൺസിൽ അവൈലബിൾ ആണ്. പക്ഷേ ആക്ച്വലി ഞാൻ മറ്റൊന്ന് രണ്ട് ഫോൺസ് കമ്പയർ ചെയ്തപ്പോഴത്തേക്കും നൈറ്റ് ഫോട്ടോഗ്രാഫി വിവോ V50 നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ
ചില ലൈറ്റിങ്ങിൽ കുഞ്ഞു ഗ്രെയിൻസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും വലിയ പ്രശ്നമില്ലാത്തൊരു നൈറ്റ് ഫോട്ടോഗ്രാഫി ഫിൽറ്റർ ഇതിൽ വരുന്നുണ്ട്. ദെൻ ഇറ്റ്സ് നോട്ട് ഫിൽറ്റർ, ദ ഫീച്ചർ, സോറി, യെസ്. സോ പിന്നെ വരുന്നത് വെഡിങ് ഫോട്ടോഗ്രാഫി വരുന്നുണ്ട്. നമുക്ക് നല്ലൊരു വെഡിങ് ഫോട്ടോഗ്രാഫി നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഈ ഫോൺ വാങ്ങിയതിനു ശേഷം ഞാൻ വേറൊരു വെഡിങ്ങിന് ഞാൻ പോയിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫോട്ടോസ് എനിക്ക് അറിയില്ല എത്രത്തോളം അതിൻ്റെ ഒരു ട്രൂത്ത് എൻ്റെ പുറകിലുണ്ടെന്ന്. സ്റ്റിൽ ഞാൻ ഗൂഗിൾസിൽ റാൻഡം ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ V50 യൂസ് ചെയ്തുകൊണ്ട് എടുത്തിട്ടുള്ള വെഡിങ് ഫോട്ടോസ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആക്ച്വലി ഈ ഒരു കമ്പനി പറയുന്നത് പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു V50 ക്ലെയിം ചെയ്തത് പോലെ തന്നെയാണ്. ആക്ച്വലി നല്ല രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും, ഫോട്ടോസ് ആൻഡ് വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും. യെസ്, ഇനി നമുക്ക് ഈ ബാക്ക് പോർഷനിൽ പറയാനുള്ളത് ഇതിന്റെ ഈ ഒരു കളർ ഞാൻ അതിനെ കണ്ടുപോലെ ടൈറ്റാനിയം ഗ്രേ ആണ്. ആൻഡ് ഇതൊരു മാറ്റ് ഫിനിഷ്, അത്യാവശ്യം മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫിംഗർ പ്രിന്റ്സിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. ആക്ച്വലി മിക്ക ഫോൺസിന്റെ ബാക്കിലൊക്കെ ഗ്ലോസി പാനൽസ് വരുന്ന ഫോൺസിന്റെ ബാക്കിൽ വരുന്ന ഒരു ഇഷ്യൂ ആണ് ഫിംഗർ പ്രിന്റ്സ് പതിയുന്നത്. പക്ഷെ ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ആൻഡ് എൻ്റെ ഒരു സജഷൻ ആണ്, നമ്മൾ ഏതൊരു ഫോൺ വാങ്ങിയാലും ഫോൺ സ്കിൻ, ഈ ഒരു പാനൽ സ്കിൻ ഒട്ടിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. യെസ്, എനിവേ, സോ നമുക്ക് ബാക്ക് പോർഷനിൽ ഡിസ്കസ് ചെയ്യാൻ അത്രയേ ഉള്ളൂ. ആൻഡ് കമ്മിങ് ടു ദ ഫ്രണ്ട് പോർഷൻ, സോ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നത് ആദ്യത്തെ കാര്യം എൻ്റെ ഫോൺ, എൻ്റെ ഒരു റിംഗ് ലൈറ്റ് കാണാൻ പറ്റും. പക്ഷെ ഞാൻ ഇതൊന്നും അല്ല ചോദിക്കുന്നത്. ആക്ച്വലി ഇതിന്റെ 4 സൈഡും ഒരു കർവ്ഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ആക്ച്വലി ഇത് കാര്യമാക്കണ്ട, ഇത് ഞാൻ ഒട്ടിച്ച ടെമ്പർ ഗ്ലാസിന്റെ പ്രശ്നമാണ്. 2 സൈഡിൽ ബബിൾസ് കയറിയിട്ടുണ്ട്, ഞാനത് മാറ്റണം. ആൻഡ് യെസ്, ഇതൊരു കോഡ് കർവ്ഡ് ഡിസ്പ്ലേ വരുന്ന ഒരു ഫോണാണ്. ഈ 6000 mAh ഇത്രയും സ്ലിമ്മസ്റ്റ് ആയിട്ട് കോഡ് കർവ്ഡ് ഡിസ്പ്ലേ വരുന്ന ഒരു ഫോൺ എനിക്ക് തോന്നുന്നു Vivo V50 മാത്രമാണ്. ആൻഡ് നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് Vivo V50 പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് യെസ്, യെസ്, പിന്നെ നമുക്കിതിൽ പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഡിസ്പ്ലേ ആണ്. ആക്ച്വലി എനിവേ, ഇനി എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ സൗണ്ട് കേട്ട് നോക്കാൻ. എനിവേ, സോ ഇതിന്റെ ഡിസ്പ്ലേ വരുവാണെങ്കിൽ ഇതൊരു ഡയമണ്ട് ഷീൽഡ് ഗ്ലാസ്. യെസ്, സോ ഇതൊരു ഡയമണ്ട് ഷീൽഡ് ഗ്ലാസ് വരുന്ന ഒരു ഫോണാണ്. ആൻഡ് ആക്ച്വലി നമ്മുടെ കയ്യിൽ നിന്ന് വീണാൽ പൊട്ടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ വാട്ടർ റെസിസ്റ്റന്റ് ആണെന്നും കമ്പനി പറയുന്നുണ്ട്. വെള്ളത്തിൽ മുക്കി നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ആ ഒരു റിസ്കിന് പോയിട്ടില്ല. പിന്നെ ഇതിൽ വരുന്നത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ആൻഡ് ആക്ച്വലി നമുക്ക് ഈ ഒരു പോർഷനിലും ഇവിടെയും ആക്ച്വലി നമ്മുടെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 പ്രോസസ്സർ ആണ് ഫോണിൽ വരുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് അപ്ഡേറ്റ്സിന്റെ കാര്യമാണെങ്കിൽ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിന്റെ കാര്യമാണെങ്കിൽ 3 years OS അപ്ഡേറ്റ് ആൻഡ് 4 years സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കമ്പനി പറയുന്നുണ്ട്. ആൻഡ് പിന്നെ ഈ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ AI ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് AI ഫീച്ചറിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു ലൈവ് കോൾ ട്രാൻസ്ലേഷൻ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ലൈവ് കോൾ ട്രാൻസ്ലേഷൻ നമുക്കറിയാം, ആക്ച്വലി നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഫോറിൻ ലാംഗ്വേജ് നമുക്ക് ലൈവിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അത് ആക്ച്വലി ഒരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ദെൻ പിന്നുള്ളത് നമ്മുടെ ഗൂഗിൾ സർക്കിൾ സെർച്ച്. ആൻഡ് പിന്നെ എടുത്തു പറയേണ്ടത് AI ഒബ്ജക്റ്റ് ഇറേസർ. സോ ഈ ഒരു 3 ഫീച്ചേഴ്സ് ആണ് എന്നെ കുറച്ചും കൂടെ അട്രാക്ട് ചെയ്തിട്ടുള്ളത് AI ഫീച്ചേഴ്സിൽ. പിന്നെ മറ്റ് നമ്മുടെ വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും നമുക്ക് AI യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ ഫോണിൽ അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് ഈ ഒരു ഫോണിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ആണ്. ആക്ച്വലി 8GB RAM 128GB ആണെങ്കിൽ ഒരു 39,999 ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ആൻഡ് 8GB 256GB ആണെങ്കിൽ ഒരു 42,999. ആൻഡ് കുറച്ചുകൂടെ നിങ്ങൾ കൂടിയ റാംസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് 48,999. സോ കൊടുക്കുന്ന പ്രൈസിന് വർത്താണോ ചോദിച്ചു കഴിഞ്ഞാൽ വർത്താണ്. ഈ ഒരു Vivo V50 വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ബൈ. ആക്ച്വലി ഇറ്റ്സ് വർത്ത് യുവർ മണി. ആൻഡ് പിന്നുള്ളൊരു കാര്യം, ആക്ച്വലി ഒരു Vivo V50 അല്ല, ആക്ച്വലി V60 ലോഞ്ച് ആകാനിരിക്കുവാണ്. സോ ഒന്ന് വെയിറ്റ് ചെയ്ത്, അതിന്റെ റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. സോ ഒന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഐ മീൻ ഫോൺ ഓർ ദ മോഡൽ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഡു ലൈക്ക്, comment and share, and don't forget to subscribe the channel and enable the bell icon. Okay, bye.